ഹായ് ഓൾ, വെൽക്കം ടു റോംബസ് ലേണിംഗ് ആപ്പ്. നമ്മൾ ഇന്ന് NDPCയുടെ പ്രീവിയസ് ഇയർ ഫിസിക്സിന്റെ പോർഷൻസിൽ നിന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. NDPCയുടെ എക്സാം ഡേറ്റ് വളരെ അടുത്ത് വരികയാണല്ലേ. അപ്പൊ നമുക്ക് സമയം ഒട്ടും പാഴാക്കാതെ നമുക്ക് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാം. ഇതിൽ ഫിസിക്സിന്റെ നമ്മുടെ എല്ലാ ടോപ്പിക്സിൽ നിന്നും നമ്മൾ ഓരോ 5 to 6 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എടുത്തിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ആദ്യത്തെ നമ്മൾ പാർട്ടായിട്ട് ഫിസിക്സിന്റെ എല്ലാ ടോപ്പിക്കിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQs ഡിസ്കസ് ചെയ്യും. അതിന്റെ ഏറ്റവും ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് നോ യൂണിറ്റ്? ഇതില് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കാണ് യൂണിറ്റ് ഇല്ലാത്തത് എന്നാ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് പ്രഷർ. ഇതിൽ ഏതാണ്, ആർക്കാണ് യൂണിറ്റ് ഇല്ലാത്തത്? നമുക്കറിയാം, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മാസ് ബൈ വോളിയം ആണ്, അല്ലെ? നമുക്കറിയാവുന്ന കാര്യമാണ് മാസ് ബൈ വോളിയം. എങ്കിലും മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഉണ്ട്, എന്താ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഉള്ള ആളാണ്. സോ യൂണിറ്റ് ഇല്ലാത്തത് ആരല്ല? ഡെൻസിറ്റി അല്ല. ദെൻ ഡിസ്പ്ലേസ്മെന്റ് നോക്കൂ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ആണ്, അല്ലെ? അപ്പം ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? ലെങ്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ നമുക്കത് ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ, ദെൻ പ്രഷർ നോക്കൂ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ. ഫോഴ്സ് ബൈ ഏരിയ ആണ്. എങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ഏരിയയുടെ യൂണിറ്റോ? മീറ്റർ സ്ക്വയർ. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ ഫോഴ്സിന്റെ SI യൂണിറ്റ് ആണ് ഏത്? ഫോഴ്സിന്റെ SI യൂണിറ്റ് ആണ് ഏത്? പാസ്കൽ. അപ്പൊ ഫോഴ്സിന്റെ അല്ല, പ്രഷറിന്റെ SI യൂണിറ്റ് ആണ് പാസ്കൽ. അപ്പൊ പ്രഷറിന് എന്താണ്? യൂണിറ്റ് ഉണ്ട്, ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റിനും യൂണിറ്റ് ഉണ്ട്. എങ്കിൽ ഇവിടെ യൂണിറ്റ് ഇല്ലാത്ത ആരാണ്? റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? രണ്ട് ഡെൻസിറ്റികളുടെ റേഷ്യോനെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കാണണമെങ്കിൽ അതിന്റെ ഡെൻസിറ്റി നമ്മൾ പിന്നെ ഒരു റെഫറൻസ് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് എടുക്കുന്നു, അതിന്റെ ഡെൻസിറ്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ യൂഷ്വലി നമ്മൾ ആ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് വാട്ടർ ആയിരിക്കും. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ടു ഡെൻസിറ്റീസ് ആണ്. രണ്ട് സബ്സ്റ്റൻസുകളുടെ ഡെൻസിറ്റികളുടെ റേഷ്യോനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോ മേളിലും ഡെൻസിറ്റിയുടെ യൂണിറ്റ് വരും, താഴെയും ഡെൻസിറ്റിയുടെ യൂണിറ്റ് വരും. രണ്ടും ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ലാത്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കാണ് യൂണിറ്റ് ഇല്ലാത്തത്? റിലേറ്റീവ് ഡെൻസിറ്റി. ഓപ്ഷൻ ബി, റിലേറ്റീവ് ഡെൻസിറ്റി ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓസോൺ ലെയർ തിക്നെസ് ഈസ് മെഷേർഡ് ഇൻ. നമ്മുടെ ഓസോൺ ലെയർ ഉണ്ടല്ലോ, അതിന്റെ തിക്നെസ് ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്? സേവേർട്ട് യൂണിറ്റ്, ഡോപ്സൺ യൂണിറ്റ്, ഡെസിബൽസ്, ഡെൽ യൂണിറ്റ്. ഇതിൽ ഏതിലാണ്? സൈവേർട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയേഷൻ ഡോസിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ്. ഏതാണ്? റേഡിയേഷൻ ഡോസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ്. എന്താണ്? റേഡിയേഷൻ ഡോസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് സൈവേർട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഡെസിബൽ നമുക്കറിയാം. എന്താണ്? ഇന്റൻസിറ്റി ഓഫ് സൗണ്ട്. സൗണ്ടിന്റെ ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ഏത്? ഡെസിബൽ. ഓക്കെ, പിന്നെന്താ? ഡെൽ ഒരു പ്രത്യേക ഒരു യൂണിറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ഏതാണ്? ഡോപ്സൺ യൂണിറ്റിലാണ് നമ്മുടെ ഓസോൺ ലെയറിന്റെ തിക്നെസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഏത് യൂണിറ്റിലാണ്? ഡോപ്സൺ യൂണിറ്റ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലൈറ്റ് ഇയർ ഈസ് എ യൂണിറ്റ് ഓഫ്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഡിസ്റ്റൻസ്, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, ടൈം, മാസ്. ഏതിന്റെയാ? ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് ലൈറ്റ് ഇയർ, 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പൊ സഞ്ചരിക്കുന്ന ദൂരമല്ലേ? അപ്പൊ ദൂരം എന്ന് പറയുമ്പോൾ എന്തിന്റെ ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ എന്താണ്? ലൈറ്റ് ഇയർ എന്തിന്റെ യൂണിറ്റ് ആണ്? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. എന്തിന്റെ യൂണിറ്റ് ആണ്? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ്. അങ്ങനെയെങ്കിൽ 1 ലൈറ്റ് ഇയർ അതിന്റെ വാല്യൂ എത്രയാണ്? 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.46 into 10⁻15 മീറ്റർ ആണ്. ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എത്രയാണ്?
9.46 into 10⁻15 meter ആണ്. ഓക്കെ, നെക്സ്റ്റ്, which of the following units is used to measure the intensity of sound? സൗണ്ടിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ഇത് നമ്മൾ ഇപ്പൊ ജസ്റ്റ് അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ അല്ലെ. ഏതായിരുന്നു? ഡെസിബൽ ആണ്. ഏതാണ്? ഡെസിബൽ. അങ്ങനെയെങ്കിൽ പാസ്കൽ നമ്മൾ പറഞ്ഞു എന്തിന്റെയാ? പ്രഷറിന്റെ SI യൂണിറ്റ് ആണ് പാസ്കൽ അല്ലെ. പിന്നെ ക്യൂറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആക്ടിവിറ്റി, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകളുടെ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് ക്യൂറി എന്ന് പറയുന്നത്. ജൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജിയുടെ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഡെസിബൽ ആണ് എന്ത്? ഇന്റൻസിറ്റി ഓഫ് സൗണ്ടിന്റെ യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 നാനോമീറ്റർ ഈസ്, ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 10⁻⁻⁻⁹ ആണോ? പിന്നെ ഏതാ? 10⁻⁻8 ആണോ? ഓർ 10⁻⁻10 ആണോ? അല്ലെങ്കിൽ 10⁻⁻11 ആണോ? ഏതാണ്? നാനോ. നാനോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻9 മീറ്ററുകളാണ്. എന്താണ്? 1 നാനോമീറ്റർ ഈസ് 10⁻⁻9 മീറ്റർ. 10⁻⁻10 മീറ്ററിനെ നമുക്ക് എന്തെന്ന് പറയാം? ആങ്സ്ട്രം മീറ്റർ എന്ന് പറയാം അല്ലെ. ആങ്സ്ട്രം എന്ന് പറയാം. എങ്കിൽ 1 നാനോമീറ്റർ ഈസ് 10⁻⁻9 മീറ്ററുകളാണ് ഒരു നാനോമീറ്റർ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോഷൻ ഓഫ് എ സ്പിന്നിങ് ടോപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പൊ എന്താ? ഒരു കറങ്ങുന്ന ഒരു കല്ല് പോലത്തെ അതിന്റെ ഒരു സ്പിന്നിങ് ടോപ്പ് ഇതിൽ ഏതിന്റെ എക്സാമ്പിൾ ആണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഏതാണ്? സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. കാരണം എന്താ? അതാണ് ആ ഒരു സർക്കുലർ മോഷനിൽ ഈ സ്പിന്നിങ് ടോപ്പിനെ ഇങ്ങനെ സർക്കുലർ മോഷനിൽ പിടിച്ചു നിർത്തുന്നത്. ഏതാണ്? ഈ സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ്. സെൻട്രിപീറ്റൽ ഫോഴ്സ് എങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ദ സെന്റർ, സെന്ററിലേക്കാണ് ഇത് ആക്ട് ചെയ്യുന്നത്. സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? F is equal to mv²/r എന്ന് ആണ് എന്ത്? നമ്മുടെ സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ സ്പിന്നിങ് ടോപ്പ് എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു സർക്കുലർ മോഷനിലേക്ക്, വെളിയിലേക്ക്, ഔട്ട്വേർഡിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കറിയാം എന്താണ്? എർത്ത് ഒരു വസ്തുവിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സസ് എന്താ? രണ്ട് കോണ്ടാക്ട് ഫോഴ്സസിന്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ്. രണ്ട് കോണ്ടാക്ട് ഉള്ള സർഫസിന്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? സെൻട്രിപീറ്റൽ ഫോഴ്സ്. നെക്സ്റ്റ്, വെലോസിറ്റി ഓഫ് എ കാർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ. ഒരു കാറിന്റെ വെലോസിറ്റി ഇതിൽ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? സ്പീഡോമീറ്റർ, ചേഞ്ച് ഇൻ ഡയറക്ഷൻ, ചേഞ്ച് ഇൻ സ്പീഡ്, ചേഞ്ച് ഇൻ ആക്സലറേഷൻ. ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? നോക്കിക്കേ, ഈ സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കാറിന്റെ സ്പീഡ് കാണിക്കുന്ന ഒരു ഡിവൈസ് അല്ലേ. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെയാ അത് ഡിപ്പെൻഡ് ചെയ്യുക? അതുകൊണ്ട് ഇതിൽ ഡിപ്പെൻഡ് ചെയ്യാത്ത ആരെയാണ്? സ്പീഡോമീറ്ററിനെയാണ്. ചേഞ്ച് ഇൻ ഡയറക്ഷനെയും ചേഞ്ച് ഇൻ സ്പീഡിനെയും ഒക്കെ എന്താണ്? ഒരു കാറിന്റെ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ്. അങ്ങനെയെങ്കിൽ സ്പീഡോമീറ്ററിനെയാണ് എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ദ കാർ ഡിപ്പെൻഡ് ചെയ്യാത്തത്. കാരണം സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കാറ് എത്ര സ്പീഡിലാണ് പോകുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഓക്കെ, അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ, സ്പീഡോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following scientists gave the law that governs the force of attraction or repulsion between two charged particles? രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസിന് ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയോ ഫോഴ്സ് ഓഫ് റിപ്പൽഷനെയോ കുറിച്ച് പറയുന്ന ആ ലോ സ്റ്റേറ്റ് ചെയ്തത് ഈ സയന്റിസ്റ്റുകളിൽ ആരാണ്? ചാൾസ് ഡുഫേ, മൈക്കൽ ഫാരഡേ, ആർക്കിമിഡീസ്, ചാൾസ് കൂളോം. ആരാണ്? നമുക്കറിയാം രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിളിന് ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഓർ റിപ്പൽഷനോ കുറിച്ച് പറയുന്ന ഫോഴ്സ് ഏത് ലോ ആണ് പറയുന്നത്? കൂളോംസ് ലോ ആണ് അല്ലെ. ഏത് ലോ ആണ്? കൂളോംസ് ലോ. കൂളോംസ് ലോ എന്ന് പറയുമ്പോ കൂളോംസ് ലോ എങ്ങനെ എഴുതുക? കൂളോംസ് ലോ അനുസരിച്ചിട്ട് രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ എന്താ? F is equal to എന്തായിരുന്നു?
1/4πε0 രണ്ട് ചാർജുകൾ ഒന്ന് Q1 ഒന്ന് Q2 ആണെങ്കിൽ Q1 × Q2 ഡിവൈഡഡ് ബൈ r². അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? F is equal to K × Q1 Q2 ഡിവൈഡഡ് ബൈ r². അപ്പൊ ഇതാണ് എന്ത്? രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷനെ കുറിച്ച് പറയുന്ന ലോ ഏതാണ്? കൂളോംസ് ലോ ആണ്. എങ്കിൽ ആരാണ് ആ ലോ കൊണ്ടുവന്നത്? നമ്മുടെ ചാൾസ് കൂളോം ആണ്. ആരാണ്? ചാൾസ് കൂളോം. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ വാട്ടർ കോൾഡ്? വെള്ളം നമ്മൾ ഒരു വസ്തുവിനെ വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ, ഒരു സബ്സ്റ്റൻസിനെ ഇടുകയാണെങ്കിൽ, ഇപ്പൊ ഫുള്ളി അത് അതിൻ്റെ അകത്തിൽ മുങ്ങിയിട്ടോ അല്ലെങ്കിൽ പാർഷ്യലി ആയിട്ട് അത് മുങ്ങിയിട്ടുള്ളെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് വെള്ളം ആ വസ്തുവിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിന്റെ പേരെന്താണ്? എന്ത് ഫോഴ്സ് ആണ് കൊടുക്കുന്നത്? ഗ്രാവിറ്റേഷൻ ആണോ, ഡെൻസിറ്റി ആണോ, ബോയൻ ഫോഴ്സ് ആണോ, ഫ്രിക്ഷൻ ആണോ? ഏതാണ്? ബോയൻ ഫോഴ്സ് ആണ്. വെള്ളം കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാർഷ്യലി മാത്രം ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു വസ്തുവിലേക്ക്, കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡോ പാർഷ്യലി ഇമേഴ്സ്ഡോ ആയിട്ടുള്ള ഒരു വസ്തുവിലേക്ക് വെള്ളം കൊടുക്കുന്ന ഫോഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? ഒരു അപ്വേർഡ് ഫോഴ്സിനെ, മുകളിലേക്ക് വെള്ളം, ആ വസ്തുവിന്റെ മുകളിലേക്ക് വെള്ളം കൊടുക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ബോയൻ ഫോഴ്സ് എന്നാണ്. അല്ലെ? എന്താണ്? ബോയൻ ഫോഴ്സ്. അപ്പൊ ഏതാണ് ഇവിടുത്തെ കറക്റ്റ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An object starting from rest moves with constant acceleration of 4 m/s² after 8 seconds. എന്താണ്? ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എത്രയാ ആക്സലറേഷൻ? എത്രയാണ്? 2 m/s² ആണ്. അപ്പം രണ്ടല്ല, നമ്മുടെ 8 സെക്കൻഡുകൾ കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാ? ഫൈനൽ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്താണെന്ന് നമുക്കറിയാം, 0 ആണ്. എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. കാരണം റെസ്റ്റിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? എന്താ? അതിന്റെ ഫൈനൽ വെലോസിറ്റി v ആണ് നമുക്ക് കാണേണ്ടത്. ആക്സലറേഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ആക്സലറേഷൻ ഈക്വൽ 4 m/s² ആണ്. എത്രയാ? ടൈം എത്രയാ? 8 സെക്കൻഡുകൾക്ക് ശേഷം. 8 സെക്കൻഡുകൾക്ക് ശേഷം. എങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം വി എ? വി ഇസ് ഈക്വൽ ടു u + at. നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചാൽ മതി. ഏത് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കാം? വി ഇസ് ഈക്വൽ ടു u + at എന്ന ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ ഫൈനൽ വെലോസിറ്റി ആണല്ലോ നമ്മുടെ v. അപ്പൊ v ഇസ് ഈക്വൽ ടു ഇവിടുന്ന് u എത്രയാ? 0 ആണ്. പ്ലസ് ആക്സലറേഷൻ എത്രയാണ്? 4 ആണ്. ഇൻറ്റു എത്രയാണ്? 8. അപ്പൊ എത്ര കിട്ടും? 32 m/s എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത്. എത്രയാണ്? v is equal to u + at എന്ന ഇക്വേഷൻ ഓഫ് മോഷനിലേക്ക് നമ്മൾ എന്താ ഇതിന്റെ വാല്യൂസ്, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ വെലോസിറ്റി കിട്ടും 0. 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി റെസ്റ്റിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് അത് 0. ആക്സലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 4 ആണ്. എത്ര സമയം കൊണ്ട്? 8 സെക്കൻഡുകൾക്ക് ശേഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4 × 8 32 m/s. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 32 m/s ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A constant force acts on an object of mass 10 kg for a duration of 2 seconds. It increases the object's velocity from 5 m/s to 10 m/s. Find the magnitude of the applied force. Now, if the force is applied for a duration of 5 seconds, what would be the final velocity of the object? അപ്പൊ നമ്മൾക്ക് എന്താ കാണണ്ടേ? ആദ്യം നമുക്ക് ആക്സലറേഷൻ കാണണം. ആക്സലറേഷൻ കണ്ടതിന് ശേഷം നമുക്ക് എന്ത് കാണണം? ഫോഴ്സിനെ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കിക്കേ. നമുക്ക് 2 സെക്കൻഡ്സ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ എന്താണ്? മാസ് തന്നിട്ടുണ്ട്. ഇറ്റ് ഇൻക്രീസസ് ദ ഒബ്ജക്ട്സ് വെലോസിറ്റി ഫ്രം എന്താണ്? u, അതായത് ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഫൈനൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എങ്കിലും നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ആക്സലറേഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? ആക്സലറേഷന്റെ ഇക്വേഷൻ എന്താണ്?
ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലെ. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണ് അല്ലെ. അപ്പൊ ഫൈനൽ വെലോസിറ്റി എത്രയാ? 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ 10 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ? 5 ആണ്. അപ്പൊ 10 മൈനസ് 5 ബൈ ടൈം എത്രയാന്നാ തന്നിരിക്കുന്നേ? 2 സെക്കൻഡ്സ് ആണ്. അപ്പൊ എത്രയാണ്? 5/2 ആണ് നമ്മുടെ 5/2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ എന്ത് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആക്സലറേഷൻ എന്താ? 5/2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ഫോഴ്സ് കണ്ടുപിടിക്കാമല്ലോ. ആക്സലറേഷൻ കിട്ടിയെങ്കിൽ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാം. കാരണം എന്താ? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F is equal to ma. m എത്രയാ? 10 ആണ്. അപ്പൊ 10 into 5/2 ആണല്ലോ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 25 എന്ന് കിട്ടും. അതായത് 25 ന്യൂട്ടൺ ആണ് നമ്മുടെ ഫോഴ്സ്. അപ്പൊ എത്രയാണ്? 25 ന്യൂട്ടൺ ആണ് നമ്മുടെ ഫോഴ്സ്. ഫോഴ്സ് നമുക്ക് കിട്ടി, ഫസ്റ്റ് പാർട്ട് കിട്ടി. അപ്പൊ ഇതിൽ 25 ഉള്ളത് 2 പേരേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബിയോ ഓപ്ഷൻ ഡിയോ ആവാം നമ്മുടെ കറക്റ്റ് ആൻസർ. ഒന്ന് നമുക്ക് കിട്ടി, ഏതാ? ഫോഴ്സ് ഈക്വൽ 25 ന്യൂട്ടൺ. ഫോഴ്സ് മാത്രം മതിയോ? അല്ല, നമുക്ക് എന്ത് വേണം? ഫൈനൽ വെലോസിറ്റി. ഈ ഒരു ഫോഴ്സ് വെച്ചിട്ടുള്ള ഫൈനൽ വെലോസിറ്റിയും കൂടെ നമുക്ക് വേണം. അപ്പൊ ഫൈനൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കേ. അപ്പൊ ഇനി നമ്മൾ ഈ ഫോഴ്സ് വെച്ചിട്ടുള്ള ഫൈനൽ വെലോസിറ്റി ആണ്. അവിടെ ടൈം എത്ര തന്നെയാണ്? 5 ആണ്. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി നമ്മുടെ ആദ്യം എത്ര തന്നെയായിരുന്നു? ആദ്യത്തെ ഇനിഷ്യൽ വെലോസിറ്റി ആയ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ആണല്ലോ. ആക്സലറേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എത്രയായിരുന്നു? 5/2. അങ്ങനെയെങ്കിൽ നമുക്ക് ഫൈനൽ വെലോസിറ്റി എങ്ങനെ കാണാം? v is equal to u plus at ആണ് ഇക്വേഷൻ എന്ന് നമുക്കറിയാം. അറിയാമല്ലോ. അങ്ങനെയെങ്കിൽ യുവിന്റെ അകത്തിൽ ഇട്ട് കൊടുത്തേ 5 പ്ലസ് a എത്രയാണ്? 5/2 ഇൻറ്റു t എത്രയാണ്? 5. അപ്പൊ നമ്മള് ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 5 plus 25/2. 5 plus 12.5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 17.5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് എന്ത് കിട്ടുക? ഫൈനൽ വെലോസിറ്റി കിട്ടുക. അപ്പൊ ഫൈനൽ വെലോസിറ്റി എത്ര കിട്ടി? 17.5 മീറ്റർ പെർ സെക്കൻഡ്. നോക്കിക്കേ, ഫൈനൽ വെലോസിറ്റി 17.5 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിട്ടി. നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് എത്രയാണെന്നാ കിട്ടിയത്? ആദ്യം 25 ന്യൂട്ടൺ എന്ന് കിട്ടി. എങ്കിൽ ഏതാണ് നമ്മുടെ ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി. 25 ന്യൂട്ടൺ ഫോഴ്സും 17.5 മീറ്റർ പെർ സെക്കൻഡ് ഫൈനൽ വെലോസിറ്റിയും. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. A spring balance is a device commonly used for measuring dash acting on an object. ഒരു ഒബ്ജക്റ്റില് ആക്ട് ചെയ്യുന്ന എന്തിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ സ്പ്രിംഗ് ബാലൻസ് എന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്? നോക്കിക്കേ, ഫോഴ്സ് ആണോ, മൊമെന്റം ആണോ, വെലോസിറ്റി ആണോ, മാസ് ആണോ? അപ്പൊ എന്താണ്? ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രിംഗ് ബാലൻസ് എന്ന ഡിവൈസ് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്പ്രിംഗ് ബാലൻസ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? ഒരു ഒബ്ജക്റ്റിലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോക്കറ്റ്സ് വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ്. റോക്കറ്റുകള് ഏതിന്റെ കൺസർവേഷൻ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്? അപ്പൊ എന്താ? റോക്കറ്റുകള് മുകളിലേക്ക് പോകുമ്പോ എന്താ? അവരുടെ എക്സോസ്റ്റ് ഗ്യാസുകൾ വെളിയിലേക്ക് വിടുന്നു. അപ്പൊ അതിൽ നിന്ന് എന്താ? ഒരു ബാക്ക്വേർഡ് മൊമെന്റം അവിടെ ഉണ്ടാകുന്നു. അതിന്റെ ഈക്വൽ ആയിട്ട് ഒരു ഈക്വൽ ഫോർവേഡ് മൊമെന്റം ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ ഒരു നെറ്റ് മൊമെന്റം എന്താണ്? 0 എന്ന് വരുന്നു. അപ്പൊ ആരുടെയാണ്? കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത്? റോക്കറ്റുകൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷന്റെ മറ്റൊരു പേര് നമുക്ക് എങ്ങനെ പറയാം? അപ്പൊ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്താ? ഒരു കണ്ടിന്യൂസ് മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് എന്താ? നമ്മൾ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് വരെ എന്തായിരിക്കും? ഇത് ആ സ്റ്റേറ്റിൽ തന്നെ തുടരും. എപ്പോഴാണ് ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നത്, അപ്പോൾ മാത്രമേ ആ വസ്തുവിന് അതിന്റെ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഏതാണ്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഈസ് അതർവൈസ് കോൾഡ് ദ ലോ ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന് അതിന്റെ സ്റ്റേറ്റിൽ നിന്ന് മാറാനായിട്ടുള്ള ഒരു റെസിസ്റ്റൻസിനെയാണ് ഇനേർഷ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അത് തന്നെയല്ലേ നമ്മൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ പറഞ്ഞത്. അപ്പൊ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ലോ ഓഫ് ഇനർഷ്യ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് ആദ്യത്തെ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് മറ്റൊരു പാർട്ടിൽ ബാക്കി ക്വസ്റ്റ്യൻസിലൂടെ വരാം. ഓക്കെ, താങ്ക് യു ഓൾ.